എൻ്റെ പേര് സിയാദ്. ഇവിടെ കോഹിനൂർ ഹാർഡ്വെയർസ് എന്ന് പറഞ്ഞ പേരിൽ പെയിൻറ്റ് ഹാർഡ്വെയർ ഷോപ്പ് നടത്തുന്നു. ഞാൻ കുഞ്ഞുമോൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ 1981 ഗൾഫിലെ ജോലിയും കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇവിടെ ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ പുള്ളി കുറച്ച് അറിവില്ലായിരുന്നു. സ്ഥാപനം തുടങ്ങി 1 മാസം 2 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഇടപാടുകാർ പലരും വന്നപ്പോഴത്തേക്ക് കുഞ്ഞുമോനെക്കുറിച്ച് കാര്യമായിട്ട് പറയാൻ തുടങ്ങിയവർ. ഷൈനി മൊസൈക്കിൽ കുഞ്ഞുമോൻ എന്നൊരു പാർട്ടിയുണ്ട്, നിങ്ങളെക്കൂട്ട് തന്നെ ഇടപെടാൻ നല്ല മനുഷ്യനാണ്, ന്യൂ ജനറേഷൻ, അന്നത്തെ ന്യൂ ജനറേഷൻ മൊസൈക്ക് കമ്പനിയായിരുന്നു അത്, നിങ്ങളുടെ കടയും അതുപോലൊരു വലിയ പെയിൻറ്റ് ഷോപ്പാണ്, നിങ്ങൾ പരിചയപ്പെടേണ്ട അത്യാവശ്യമാണ് എന്ന് പറഞ്ഞ് അസംഷൻ കോളേജിലെ സൂപ്പർവൈസർ അപ്പച്ചനെ പിന്നെ ഒരു ജോർജ് ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ദിവസം ഞാൻ പരിചയപ്പെടാൻ പോയി. പുള്ളി അവിടെ ചെന്ന് കണ്ടു. പുള്ളി ആ വർക്കേഴ്സിൻ്റെ കൂട്ടത്തിൽ മാനുഫാക്ചറിങ്ങിൻ്റെ ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞു കൊടുത്തുമൊക്കെ നിൽക്കുമായിരുന്നു. എന്നെ കണ്ടു പരിചയപ്പെട്ടു. പുള്ളി ഓഫീസിൽ ചെന്നു. ആ പരിചയം പിന്നെ വലിയൊരു സ്നേഹബന്ധമായിട്ട് അങ്ങ് വളർന്നു. പിന്നെ അടുത്ത ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ പുള്ളിക്ക് എന്തെങ്കിലും പെയിൻറ്റ് അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ വേണമെങ്കിൽ എന്നെ വിളിക്കും. പുള്ളിയുടെ ഫ്രണ്ട്സിന് ബന്ധുക്കൾക്കൊക്കെ വേണമെങ്കിൽ അവരെ പറഞ്ഞു വിടും. ഞങ്ങളും പിന്നെ ബ്രദറിന് വീട് പണിയുന്ന ഒരു സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ അവിടെ പോയി മൊസൈക്ക് ടൈലുമൊക്കെ സെലക്ട് ചെയ്ത് അങ്ങനെ ബന്ധം അങ്ങ് വളർന്നു. പിന്നെ പുള്ളി സമയം കിട്ടുമ്പോൾ എൻ്റെ ഷോപ്പിൽ വന്നിരിക്കും, ഞാനും അവിടെ ചെല്ലും. അപ്പം ആ സമയത്തൊക്കെ ഭയങ്കര തിരക്കാണ് പുള്ളിയുടെ കടയിൽ. അപ്പം കിട്ടുന്ന സമയം കൊണ്ട് സംസാരിച്ച് തുടങ്ങും. പിന്നെ എൻ്റെ മോള് നിമിഷ ഈ ഷൈനായുമായിട്ട് പുള്ളിയുടെ മോളുമായിട്ട് ഒന്നിച്ച് പഠിച്ചതാണ്. അങ്ങനെ കുറേ ബന്ധങ്ങളൊക്കെ ഉണ്ട്, ഫാമിലി ബന്ധങ്ങളായിട്ട് മാറി. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ചടങ്ങോ കാര്യമോ എന്തെങ്കിലും ഉണ്ടോ അവരൊക്കെ വരും, അതുപോലെ ഞാനും പോവും. പിന്നെ എൻ്റെ കടയിലും ആ സമയത്ത് തിരക്കങ്ങ് കൂടി കഴിഞ്ഞപ്പം ഷൈനിങ്ങിൽ നിന്ന് കുഞ്ഞുമോൻ എന്നെ വിളിക്കുക, ഞാൻ അങ്ങോട്ട് വിളിക്കുക ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൺ നിർത്താൻ കുറേ സമയമെടുക്കും. അപ്പോൾ എൻ്റെ ഊഴം കാത്തു നിൽക്കുന്ന ഒരു കസ്റ്റമറിനോട് എൻ്റെ മെയിൻ സെയിൽസ്മാൻ പറയുന്നു, പുള്ളി കേട്ടു, അതെ ഷൈനിയുമായിട്ട് സംസാരിക്കുക, ഉടനെ ഇങ്ങ് നിൽക്കുകയല്ലെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അത് അവിടെ കേട്ടു. ആ തലയ്ക്കൽ പറഞ്ഞു, സിയാതെ നിർത്തിക്കോ, എന്നാ കസ്റ്റമറെ അറ്റൻഡ് ചെയ്യും, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ പൊതുവെ പറയുകയാണെങ്കിൽ കുഞ്ഞുമോൻ വളരെ ശുദ്ധനായിട്ടുള്ള ഒരാളാണ്. നേരെ കാണുന്നത് മുഖത്ത് നോക്കി അങ്ങ് പറയും. പുള്ളി അങ്ങനെ ഒളിച്ചു വെച്ചൊന്നും പറയത്തൊന്നുമില്ല. പുള്ളിയുടെ ആ ദൗർബല്യം പലരും മുതലെടുത്തിട്ടുമുണ്ട്. പുള്ളി പറയും ക്യാഷുമായിട്ട് വന്ന് 5 പ്രാവശ്യം 4 പ്രാവശ്യം മേടിച്ചിട്ട് പിന്നെ ഒരു പറ്റുമായിട്ട് മുങ്ങുന്നതായി. എനിക്കും അങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പുള്ളി ഭയങ്കര ജോക്കുകാരനാണ്. പുള്ളി ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, പുള്ളി നല്ല വെടിക്കെട്ട് തമാശ പറയും, പക്ഷെ ചിരിക്കത്തില്ല. കേട്ട് നിൽക്കുന്നവർ ചിരിക്കും. അത്ര ഒരു അനുഭവം എനിക്കുണ്ട്. പുള്ളി അന്ന് പറഞ്ഞ ആ ജോക്ക്, അതിൻ്റെ മേളിലൊരു ജോക്ക് ഞാൻ പിന്നെ കേട്ടിട്ടില്ല. കാരണം എൻ്റെ ഒരു കസ്റ്റമർ പരിചയക്കാരൻ റോഡിൽ കൂടെ നടന്നു പോകാൻ, അപ്പം പുള്ളി ഉച്ചയ്ക്ക് ശേഷം സമയം കിട്ടുമ്പം വണ്ടി പോകുമ്പോഴത്തേന് എൻ്റെ കട ഫ്രീ ആണ്, നേരെ വന്ന് ഫ്രണ്ടിൽ ഓപ്പോസിറ്റ് ഇരിക്കും. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു പരിചയക്കാരൻ അതിലോട്ട് കുറച്ച് പേപ്പർ കെട്ടുമായിട്ട് കടയിലോട്ട് കയറി വന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്നാ ഉണ്ട് വിശേഷം? എന്ത് പറയാനാ ചെയ്യാതെ, മുനിസിപ്പാലിറ്റി കയറി ഇറങ്ങി നടക്കുകയാണ്, ഒരു 10 സെൻറ്റിനകത്തൊരു കെട്ടിടം പണിയാനായിട്ട് അപേക്ഷ കൊടുത്തിട്ട് അവർ ഇത്ര മീറ്റർ അവിടെ നിന്ന് പോകണം, ഇത്ര മീറ്റർ ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞ് പ്ലാൻ മാറ്റി വരച്ചുകൊണ്ട് വരാൻ പറയും. ഞാൻ അങ്ങനെ മാറ്റി വരച്ച് 4ാമത്തെ പ്ലാനാണ്, ഇതും അവന്മാർ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. ഉടനെ കുഞ്ഞുമോന് ധാർമ്മിക രോഷം ഉണ്ടാവും, അല്ല പുള്ളി അദ്ദേഹത്തിൻ്റെ മുഖത്തോട്ട് നോക്കിയാൽ, നിങ്ങൾക്കറിയത്തില്ലേ മുനിസിപ്പാലിറ്റി ഇപ്പോഴത്തെ നിയമങ്ങൾ? അപ്പം ഞങ്ങളെല്ലാം കൂടെ, അപ്പോൾ വേറെയും കുറേ ആൾക്കാർ കസ്റ്റമേഴ്സും ഒക്കെ നിന്ന് നോക്കുന്നുണ്ട്. അതായത് നമ്മളൊരു പ്ലാൻ വരച്ച് ബിൽഡിങ് പണിയാനായിട്ട് പ്ലാനുമായിട്ട് അവിടെ ചെന്നാൽ അവന്മാർ പറയും, ഫ്രണ്ടിൽ നിന്ന് ഇത്ര മീറ്റർ വിടണം, പുറകിൽ നിന്ന് ഇത്ര മീറ്റർ വിടണം, ഇടതുവശത്തുനിന്നും വിടണം, വലത്തുവശത്തുനിന്നും വിടണം, പിന്നെ ഇപ്പം നടുക്കുനിന്നും വിടണം. ഇത് കേട്ട് നിന്നവരെല്ലാം പൊട്ടി ചിരിച്ചു. പക്ഷേ കുഞ്ഞുവൻ മിണ്ടുന്നതായിട്ട്, കുഞ്ഞുവൻ സീരിയസ് ആയിട്ട് തന്നെ നിൽക്കുക. പുള്ളിയുടെ സ്വഭാവം അങ്ങനെയാണ്. അപ്പം ഒരു രസകരമായ ഒരു അനുഭവമാണ് പുള്ളിയായിട്ട് യാത്ര ചെയ്യുമ്പോഴും ഒക്കെ കിട്ടുന്നത്. എന്തെങ്കിലും ഒരു ധാർമ്മിക മൂല്യം കുറഞ്ഞ കാര്യങ്ങളൊക്കെ കാണുവാണ് പറഞ്ഞാൽ പുള്ളി പ്രതികരിക്കും, അങ്ങനെയല്ല ഇങ്ങനെ എന്ന് പറയും. പിന്നെ ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിലൊക്കെ പുള്ളി കോട്ടയത്തൊക്കെ പോകുമ്പോൾ എന്നോട് വാ, ഒരു കമ്പനിക്ക് വാന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയി കറങ്ങിയൊക്കെ വരാറുണ്ട്. ഇങ്ങനെ കുറേ നല്ല ഓർമ്മകളാണ് പുള്ളിയെക്കുറിച്ചുള്ളത്. പുള്ളിക്ക് ആ സമയത്ത് ഞാനൊരു വണ്ടി ക്രൈസുകാരനാണ്, കുറേ വിൻറ്റേജ് കാർ കളക്ഷനൊക്കെ അന്ന് തൊട്ടേ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഇറങ്ങി ഒരു 4 ലക്ഷം രൂപയുടെ ഒരു കോസ്റ്റ്ലി കാറുണ്ട്, 118 NE എന്ന് പറഞ്ഞ ഫിയറ്റിൻ്റെ ഒരു കാർ. അതാദ്യം പുള്ളിയാണ് ഇവിടെ എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 7-8 കൊല്ലം കുഞ്ഞുമോൻ അത് ഉപയോഗിച്ചു. അപ്പം അതങ്ങനെ ഒരു കഥ. പിന്നെ റീസെൻ്റായിട്ട് ഞാൻ 1 മാസം മുന്നേ എനിക്കൊരു റെഫറൻസ് വന്നു, കായംകുളത്ത് 10,000 കിലോമീറ്റർ ഓടി അത്രയൊരു വണ്ടി നിൽപ്പുണ്ടെന്ന്. അപ്പം കുഞ്ഞുമോൻ്റെ ഓർമ്മകളും കൂടെ ഉള്ളത് കാരണം ഞാൻ പതുക്കെ മോനെ വിളിച്ചുകൊണ്ട് പോയി. ചെന്നപ്പം
നല്ലൊരു വണ്ടിയാണ്, ഒട്ടും അലഞ്ഞിട്ടൊന്നുമില്ല. അപ്പം തന്നെ അത് വിലയ്ക്ക് മേടിച്ച് കൊണ്ടുപോരുന്നു. അപ്പോൾ അത് കുഞ്ഞുമോൻ്റെ ഓർമ്മകളുടെ ഒരു ബാക്കി പത്രമായിട്ട് ഞാൻ എടുത്ത തീരുമാനമാണ്. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ പുള്ളിയുടെ മരണം ആകസ്മികമായിരുന്നു. ഞെട്ടലോട് കൂടിയാണ് അത് കേട്ടത്. നമുക്ക് പുള്ളിയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം.